നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ഫെയിലിയർ ആയിട്ട് തോന്നാറുണ്ടോ? ആ ഒരു ദിവസം മുഴുവൻ അതിനെപ്പറ്റിയുള്ള തോട്ട്സ് നിങ്ങൾ അലട്ടാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ ഫ്രണ്ടോ ദേഷ്യത്തോടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുകയാണ്, ആൻഡ് അതിനുശേഷം കുറേ മണിക്കൂറുകൾ നേരത്തേക്ക് അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ? സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ടോ? ഇമോഷൻസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാറുണ്ടോ? കുറച്ച് നേരത്തേക്കൊന്ന് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അത് കാരണം വലിയൊരു മിസ്റ്റേക്ക് ചെയ്ത് ലൈഫ് തന്നെ സ്പോയിലായി പോകുന്ന ആളുകളുടെ സ്റ്റോറീസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്നതാണ്. സോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്, ഒരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷൻസിനെ കുറിച്ചാണ്. എന്താണ് ശരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും അതേപോലെ എങ്ങനെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ. Hello friends, it's me your brother and welcome back to another great episode. The Science of Emotional Hijacking. സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ 2 ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. എല്ലാം സെറ്റാക്കി, ഡേറ്റൊക്കെ ഫിക്സ് ആക്കി. പക്ഷേ ട്രിപ്പിന് കുറച്ച് ദിവസം മുന്നേ അവർ മെസ്സേജ് അയച്ച് പറയാണ് നമുക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാമെന്ന്. ആൻഡ് അവർക്ക് അതിനൊരു വാലിഡ് റീസണും ഉണ്ടാവും. ബട്ട് നിങ്ങളപ്പോൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടും? ഓ, അവർക്കിപ്പോൾ എൻ്റെ ഒപ്പം ട്രിപ്പ് വരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല, എന്നെ അവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, ഞാനിനി എന്തായാലും അങ്ങോട്ട് പോയിട്ടൊന്നും ചോദിക്കില്ല. ഇങ്ങനെ കുറേ ചിന്തിച്ചു കൂട്ടും. ഇത് ശരിക്കും നിങ്ങളുടെ അമിഗ്ഡാലയുടെ പണിയാണ്. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സിൽ ശരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നത് എന്നറിയോ? ബ്രെയിനിൽ ബദാമിൻ്റെ ഷേപ്പിലുള്ളൊരു പാർട്ടുണ്ട്, അതാണ് അമിഗ്ഡാല. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ബോഡി ഗാർഡ് പോലെയാണ്. നമ്മുടെ ലൈഫിന് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണിത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? അമിഗ്ഡാലയ്ക്ക് ഒരു കടുവ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും നിങ്ങളുടെ ബോസിൻ്റെ മെസ്സേജും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതാണ്. അതായത് രണ്ടിനെയും അതൊരു ത്രെറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ത്രെറ്റ് അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോ സയൻറ്റിസ്റ്റായ ഡാനിയൽ ഗോൾമാൻ വിളിക്കുന്ന അമിഗ്ഡാല ഹൈജാക്കിനെ അത് ട്രിഗർ ചെയ്യും. വിത്തിൻ മില്ലി സെക്കൻഡ്സ് നിങ്ങളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവാൻ തുടങ്ങും. ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ്ങിൽ വ്യത്യാസം വരും, ആൻഡ് നിങ്ങളുടെ റാഷണൽ തിങ്കിങ് പാർട്ടായ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഓഫ്ലൈൻ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും, ആൻഡ് പിന്നെ അതോർത്ത് റിഗ്രറ്റ് അടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആൻസൈറ്റി ഇത്രയും ഓവർവെമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നിങ്ങളുടെ സർവൈവൽ ബ്രെയിൻ നിങ്ങളുടെ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യാണ്. ബട്ട് വേറൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയ ഡോക്ടർ ജിൽബോൾ ടൈലർ ഇമോഷൻസിനെ കുറിച്ച് കണ്ടെത്തിയൊരു കാര്യമാണ്. പ്യുവർലി ഒരു കെമിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഇമോഷൻസ് ഏകദേശം 90 സെക്കൻഡ് മാത്രമേ നിങ്ങളുടെ ബോഡിയിൽ നിൽക്കുള്ളൂ എന്നാണ്. 90 സെക്കൻഡ്സ്. ആ ദേഷ്യവും വാശിയും സങ്കടവും പേടിയും എല്ലാതും ശരിക്കും ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കേണ്ടതാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നത്, ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത്? കാരണം നമ്മൾ നമ്മളുടെ ചിന്തകളിലൂടെ അതിനെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ആ നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കും. ആ സിനാരിയോ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ആൻഡ് വേസ്റ്റ് ഫ്യൂച്ചേഴ്സ് നമ്മൾ ഇമാജിൻ ചെയ്യുകയും ചെയ്യും. അതായത് അമിഗ്ഡാലയെ നമ്മളിങ്ങനെ ആക്റ്റീവ് ആക്കി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വെറി, ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ദി പോസ് ദാറ്റ് ചേഞ്ചസ് എവറിത്തിങ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂള് മെഡിറ്റേഷനോ ജേർണലിങ്ങോ പോസിറ്റീവ് തിങ്കിങ്ങോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ദി പോസ്. യെസ്, ഒരു ഹോളോകോസ്റ്റ് സർവൈവറും സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള വിക്ടർ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്, ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഈസ് എ സ്പേസ്. In that space is our power to choose our response. In our response lies our growth and our freedom. അതായത് നിങ്ങളൊരു കാര്യം ട്രിഗർ ചെയ്യുമ്പോൾ അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമ്മൾ ശരിക്കും നമ്മുടെ റെസ്പോൺസ് എന്താവണം എന്ന് തീരുമാനിക്കേണ്ടതാണ്. ആൻഡ് ആ റെസ്പോൺസിനനുസരിച്ചിരിക്കും നമ്മളുടെ വളർച്ചയും ഫ്രീഡവും ഒക്കെ. ആ സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളിൽ മിക്ക ആൾക്കാരും അത് ശ്രദ്ധിക്കില്ല, അതിനെ സ്കിപ്പ് ചെയ്യും. ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യാണ് ചെയ്യുക. ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റിമുലസ് റെസ്പോൺസ് സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യാതെ ആദ്യം ഒന്ന് പോസ് ചെയ്യുക. അങ്ങനെ കോൺഷ്യസ്ലി നിങ്ങൾ പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് തിരിച്ച് നിങ്ങൾ മാനുവൽ കൺട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ന്യൂറോ സയൻറ്റിസ്റ്റായ ഡോക്ടർ റിച്ച് ഹാൻസൺ ഇതിനെ വിളിക്കുന്നത് ലോ റോഡിന് പകരം ഹൈ റോഡ് എടുക്കുകയാണ് എന്നാണ്. ഈ ലോ റോഡ് ശരിക്കും അൺകോൺഷ്യസ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, ഇമോഷണൽ ആണ്. പക്ഷേ ഹൈ റോഡ് അത് കോൺഷ്യസ് ആണ്, വൈസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും പറ്റും. അപ്പോൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. സോ നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് പോസ് ചെയ്യണം. ബട്ട് പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ചുമ്മാ ഡീപ് ബ്രീത്ത് എടുത്ത് നിൽക്കുക
അല്ല, അതിനൊരു സ്പെസിഫിക് ടെക്നിക്ക് തന്നെയുണ്ട്. ന്യൂറോ സയൻറ്റിസ്റ്റ് ആയ ഡോക്ടർ ഡാൻ സീജൽ ഇതിനെ സ്റ്റോപ്പ് എന്നാണ് വിളിക്കുന്നത്. എസ് ഫോർ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുക. ടി ഫോർ ടേക്ക് എ ബ്രെത്ത്, ഒന്ന് ശ്വാസം എടുക്കുക, ഡീപ് ബ്രെത്ത്. O for observe what's happening in your body and mind. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. ആൻഡ് ദെൻ P for proceed with awareness. അവബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, സ്റ്റോപ്പ് ടെക്നിക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ പെട്ടെന്ന് അങ്ങോട്ട് ക്രാഷായി. 2 മണിക്കൂർ ഇരുന്ന് നിങ്ങൾ ചെയ്ത വർക്കൊക്കെ ലോസ്റ്റായി. നോർമലി നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരും, ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ദേഷ്യം തീർക്കും. ആൻഡ് വേറെ ചിലർ ചിലപ്പോൾ കമ്പ്യൂട്ടർ തന്നെ എറിഞ്ഞു പൊട്ടിക്കും. അപ്പോൾ അതിന് പകരം സ്റ്റോപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ലിറ്ററലി സ്റ്റോപ്പ് എന്ന് നിങ്ങൾ പറയുക. ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. ദെൻ നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ കൈ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവും, ഷോൾഡേഴ്സ് ടെൻസ്ഡ് ആയിട്ട് നിൽക്കാവും. എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുകയാണ്, ഞാൻ എന്താ ഇതിനെ സേവ് ചെയ്യാതിരുന്നത്, എന്തൊരു മണ്ടത്തരാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ദെൻ പ്രൊസീഡ്, അവിടെ നിന്ന് മാറുക, ഒരു ടീ ബ്രേക്ക് എടുക്കാം. ആൻഡ് ദെൻ കാമായിട്ട് ആ വർക്ക് റീബിൽഡ് ചെയ്യുക. ടോട്ടൽ ഒരു 3 മിനിറ്റ്സ് മാത്രമേ ഈ പ്രോസസ്സ് എടുക്കുന്നുള്ളൂ. പക്ഷേ ആ 3 മിനിറ്റ് കാരണം നിങ്ങളുടെ ആ എൻറ്റയർ ഡേ റൂയിൻ ആവാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ദി 4 pillars ഓഫ് ഇമോഷണൽ മാസ്റ്ററി. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തവരും തമ്മിൽ മെയിനായിട്ട് 4 ഡിഫറൻസ് ആണുള്ളത്. 4 കോർ സ്കിൽസ്. ഇത് നമുക്ക് ഇമോഷണൽ മാസ്റ്ററിയുടെ 4 പില്ലേഴ്സ് എന്ന് വിളിക്കാം. പില്ലർ 1, അവയർനെസ് ബിഫോർ ആക്ഷൻ. ഇതെന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ സൂസൻ ഡേവിഡ് വിളിക്കുന്ന ഇമോഷണൽ അജിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് ഇമോഷൻസിനെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നതിന് പകരം ക്യൂരിയോസിറ്റിയോടെ അതിനെ നാവിഗേറ്റ് ചെയ്യാം. മിക്ക ആൾക്കാർ എന്താ ചെയ്യാമെന്നറിയോ, എങ്ങനെ എനിക്ക് ഈ ഫീലിംഗ് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അവെയർ ആവാൻ സാധിക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ആൻഡ് അവെയർ ആവണമെങ്കിൽ ദെൻ നിങ്ങൾ ആദ്യം ഈ ജഡ്ജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ഒരു പ്രാക്ടിക്കൽ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഇമോഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് ക്യൂരിയസ് ആവുക ആൻഡ് സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ ശരിക്കും എന്താണ് ഫീൽ ചെയ്യുന്നത്? എൻ്റെ ശരീരത്തിൽ എവിടെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെ ചിന്തകളാണ് എനിക്ക് ഉണ്ടാവുന്നത്? ആൻഡ് ഈ ഇമോഷൻ എന്നോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കുക. ക്യൂരിയസ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, അത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കും. ട്രൈ ഇറ്റ്. പില്ലർ നമ്പർ 2, ദ വിസ്ഡം ഓഫ് ഇമോഷണൽ മെസ്സേജസ്. ഓരോ ഇമോഷനും നിങ്ങളോട് ഓരോ ഇൻഫോർമേഷൻ പറയാനുണ്ടാവും. ദേഷ്യം എന്ന ഇമോഷൻ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യപ്പെട്ടു എന്നാണ്. ആൻസൈറ്റി എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊരു കാര്യമാണ് എന്നാണ്. സങ്കടം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആവശ്യമാണ് എന്നൊക്കെയാണ്. അങ്ങനെ ഓരോ ഇമോഷനും നിങ്ങളോട് ഓരോ ഇൻഫോർമേഷൻ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ ഇമോഷൻസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു സേഫ്റ്റി അലാറം പോലെയാണ്. നിങ്ങളെ അത് അലേർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സിറ്റുവേഷൻ മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. യേൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മാർക്ക് ബ്രാക്കറ്റ് പറയുന്നത് ഇമോഷൻസിനെ നമ്മൾ ഡാറ്റ ആയിട്ടാണ് കാണേണ്ടത് എന്നാണ്, അല്ലാതെ ഡയറക്റ്റീവ്സ് ആയിട്ടല്ല. നിങ്ങളുടെ ഇന്നർ വേൾഡിനെയും ഇന്നർ എൻവയോൺമെൻറ്റിനെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് അത് നൽകുന്നത്. ആൻഡ് അതൊരിക്കലും നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നതിനെ ഡിസൈഡ് ചെയ്യുന്നതാവരുത്. പില്ലർ നമ്പർ 3, ദ റീഫ്രെയിം റെവല്യൂഷൻ. ശരിക്കും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഇമോഷണൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മാത്രമല്ല. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന തോട്ട്സ് അല്ലെങ്കിൽ ഹൗ യു ഇൻ്റർപ്രറ്റ് ദാറ്റ് ഇവൻറ്റ്, അതൊക്കെ നിങ്ങളുടെ ഇമോഷണൽ എക്സ്പീരിയൻസിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് റിസർച്ച് ബാക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ ആളുകൾ റീഫ്രെയിമിങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോസിറ്റീവ് തോട്ട്സ് ഫോഴ്സ് ചെയ്യും. പക്ഷേ ഇത് ശരിക്കും റീഫ്രെയിമിംഗ് അല്ല, മറിച്ച് ഇമോഷണൽ ബൈപ്പാസിംഗ് ആണ്. ആൻഡ് അത് അങ്ങനെ വർക്ക് ആവില്ല. ശരിക്കും എങ്ങനെയാണ് റീഫ്രെയിമിംഗ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു സിറ്റുവേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് കുറേ കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വഴികൾ കണ്ടെത്തുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മെസ്സേജിന് ഒരാൾ റിപ്ലൈ ഇടുന്നില്ലെങ്കിൽ അവർക്ക് എന്നെ വേണ്ട എന്നൊറ്റടി അങ്ങോട്ട് ചിന്തിക്കാതെ അതിനെ റീഫ്രെയിം ചെയ്യുക. ഓക്കെ, അവനിപ്പോൾ കുറച്ച് തിരക്കിലാവും, അല്ലെങ്കിൽ അവന് റിപ്ലൈ തരാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കാം. ഇവിടെ 2 ഇൻ്റർപ്രിട്ടേഷനും ശരിയാവാം. അതായത് മേ ബി ആദ്യം പറഞ്ഞ പോലെ അയാൾക്ക് നിങ്ങളെ വേണ്ടായിരിക്കാം, നിങ്ങളെ ഇഗ്നോർ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അയാൾ ശരിക്കും ബിസി ആയിരിക്കാം. പക്ഷേ ഇതിൽ ആദ്യത്തെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് സഫറിങ് ആവും തരിക, ബട്ട് രണ്ടാമത്തേത് നിങ്ങളെ വേദനിപ്പിക്കുന്നതല്ല. പില്ലർ നമ്പർ 4, എംബോഡീഡ് റെഗുലേഷൻ. നിങ്ങളുടെ മനസ്സും ശരീരവും 2 സിസ്റ്റം അല്ല, ഒറ്റൊരു സിസ്റ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒറ്റ സിസ്റ്റമാണ്. നിങ്ങളുടെ ശരീരത്തെ കൂടി ഉൾപ്പെടുത്താതെ നിങ്ങൾക്ക് ഇമോഷൻ റെഗുലേഷൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇമോഷണലി ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒരു സിമ്പത്തറ്റിക് അറൗസൽ സ്റ്റേറ്റിലെത്തും.
ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് എന്നൊരു സ്റ്റേറ്റിലെത്തും. സോ ഇത് മാറ്റാനുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രീത്തിങ് സെറ്റാക്കുക, പോസ്ചർ ശരിയാക്കുക ആൻഡ് നിങ്ങളുടെ മൂവ്മെൻറ്റും ശരിയാക്കുക. ഒരു സൂപ്പർ ടെക്നിക്ക് പറഞ്ഞുതരാം, ബോക്സ് ബ്രീത്തിങ്. ഇത് നേവി സീൽസ് ഫോളോ ചെയ്യുന്നൊരു ടെക്നിക്കാണ് ആൻഡ് ഡോക്ടർ ആൻഡ്രി ഹ്യൂബനേറ്റിൻ്റെ റിസർച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 സെക്കൻഡ് കൗണ്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് 4 സെക്കൻഡ് ഹോൾഡ്. ഇതൊരു 2 to 3 മിനിറ്റ്സ് ഫോളോ ചെയ്യാം. ഇത് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും, അതായത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് റെസ്പോൺസ്. അത് നിങ്ങളുടെ ബ്രെയിനോട് പറയാണ് നിങ്ങൾ സേഫാണ്, പ്രശ്നമൊന്നും ഇല്ല എന്ന്. പക്ഷേ ഇത് നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യേണ്ടത്, അല്ലാത്ത സമയത്തും നിങ്ങൾക്കിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കാമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ പെട്ടെന്ന് സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. ദ തിങ് ഈസ് യു നീഡ് ടു പ്രാക്ടീസ് ഫസ്റ്റ്. ദ ഡെയിലി പ്രാക്ടീസ്. നോളജ് വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഈസ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. സോ എങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങളുടെ ഇമോഷണൽ റെഗുലേഷനെ ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ ട്രീറ്റ് ചെയ്യാം. ഒട്ടും ട്രെയിൻ ചെയ്യാതെ മാരത്തോൺ ഓടാൻ പോയിട്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല. അതേപോലെ ഇമോഷണൽ ചലഞ്ചസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. ഫസ്റ്റത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഒരു റിസൾട്ട് കിട്ടി എന്ന് വരില്ല. സോ യു നീഡ് ടു പ്രാക്ടീസ് ഫസ്റ്റ്. സോ ഒരു സിമ്പിൾ ഡെയിലി പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം മതി. ഫസ്റ്റ്, മോർണിംഗ് ഇമോഷണൽ ചെക്ക് ഇൻ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഫോൺ എടുക്കുന്നതിന് പകരം സ്വയം ചോദിക്കാം, ഞാനിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന 3 ഇമോഷൻസ് ഏതൊക്കെയാണ് എന്നൊന്ന് നെയിം ചെയ്യുക. സാഡ് ആണോ, ദേഷ്യമാണോ, ടെൻഷൻ ഉണ്ടോ, എനിത്തിങ്. അതിനെ ജഡ്ജ് ചെയ്യുന്ന വേണ്ട, ജസ്റ്റ് നോട്ടീസ് ഇറ്റ്. ഇതിനൊരു 2 മിനിറ്റ് മാത്രം മതി. സെക്കൻഡ്, മിഡ് ഡേ പോസ്. ഉച്ച സമയത്ത് ഒരു ടൈമർ സെറ്റ് ചെയ്യുക. എന്നിട്ട് ടൈമർ ഓഫ് ആകുമ്പോൾ നമ്മളെ സ്റ്റോപ്പ് ടെക്നിക്കില്ലേ, സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്, ടേക്ക് എ ബ്രെത്ത്, ഒബ്സർവ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ബോഡി ആൻഡ് മൈൻഡ്, പ്രൊസീഡ് വിത്ത് അവയർനെസ്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. അത് നിങ്ങളെ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അറൗണ്ട് ഒരു 3 മിനിറ്റ്സ് മാത്രം മതി. ദെൻ ഈവനിങ് റിഫ്ലക്ഷൻ. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അന്നേ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഏതെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷൻ എടുക്കുക. എന്നിട്ട് നമ്മളുടെ ആ 4 പില്ലേഴ്സ് ഇല്ലേ, അതിലൂടെ അതിനെ ഒന്ന് കൊണ്ടുപോവുക. എന്താണ് ഞാൻ ശരിക്കും ഫീൽ ചെയ്തത്, എന്ത് മെസ്സേജാണ് ആ ഇമോഷന് പറയാനുണ്ടായിരുന്നത്, ആ സിറ്റുവേഷനെ എനിക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്യാമായിരുന്നു, എന്താണ് ഞാൻ അപ്പോൾ എൻ്റെ ശരീരത്തിൽ നോട്ടീസ് ചെയ്തത്, ആൻഡ് എങ്ങനെ ഞാൻ അതിനെ റെഗുലേറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇതിനൊരു 5 മിനിറ്റ് മാത്രം മതി. ദിസ് ഇസ് ഇൻ അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് അവയർനെസ്. ഓർക്കുക, നിങ്ങൾ ഈ റീവയർ ചെയ്യാൻ ശ്രമിക്കുന്നത് വർഷങ്ങളെടുത്ത് ഡെവലപ്പായ ന്യൂറൽ പാത്വേസിനെയാണ്. സോ പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബി പേഷ്യൻറ്റ്. എവറി മൊമെൻറ്റ് ഓഫ് അവയർനെസ് ഈസ് എ വിക്ടറി. സോ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇമോഷൻസ് അല്ല, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇമോഷൻസിൻ്റെ ഒബ്സർവറാണ്. നിങ്ങൾ ആകാശമാണെങ്കിൽ ഇമോഷൻസ് അതിലൂടെ പാസ് ചെയ്യുന്ന ആ കാലാവസ്ഥയാണ്, ക്ലൈമറ്റാണ്, വെതറാണ്. എന്ന് വെച്ച് നിങ്ങൾ ഇമോഷൻലെസ് ആവുക എന്നല്ല കേട്ടോ. ദാറ്റ് ഈസ് സാഡ് ആൻഡ് ഇമ്പോസിബിൾ. ഇറ്റ് മീൻസ് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ദേഷ്യം തോന്നാം, അതിൻ്റെ കൺട്രോളിലാവാതെ തന്നെ. നിങ്ങൾക്ക് ആൻസൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാം, പാരലൈസ് ആവാതെ തന്നെ. വിഷമം ഫീൽ ചെയ്യാം, അതിൽ മുങ്ങിപ്പോവാതെ തന്നെ. ദാറ്റ്സ് ഇറ്റ്. ഇമോഷൻസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. പകരം നിങ്ങളാവണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ് വിത്ത് ദ റൈറ്റ് ടെക്നിക്സ് വിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം വീഡിയോ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും, ബട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് പോവുക, ഒന്നും കൂടി കേൾക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.